ഷിഹാബുദ്ദീൻ വാരങ്കടവ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് അടിസ്ഥാനപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? അതിന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്തതാണോ ബിദ്അത്ത്? സഹാബത്ത് ചെയ്യാത്തതാണോ ബിദ്അത്ത്? എന്താണ് അടിസ്ഥാനപരമായി ബിദ്അത്ത് എന്ന് പറയുന്നത്? അത് പ്രമാണബദ്ധമായി പറയാൻ ആവശ്യപ്പെടുന്നു. എന്താണ് ബിദ്അത്ത് എന്നതാണ് സഹോദരന്റെ ചോദ്യം. വിശകലനത്തിൽ ധാരാളം ബിദ്അത്ത് എന്ന പരാമർശം വന്നു. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്നൊരു ചോദ്യം, എന്താണ് ബിദ്അത്ത്? സുന്നത്ത് എന്ന പദത്തിന്റെ നേരെ വിപരീതമായി ഉപയോഗിക്കപ്പെടുന്ന പദമാണ് ബിദ്അത്ത് എന്നുള്ളത്. സുന്നത്ത് എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയുടെ പിൻബലമുള്ള കാര്യങ്ങൾക്കാണല്ലോ സുന്നത്ത് എന്ന് പറയുക. മതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തും അതേപോലെ ധാരാളം ഹദീസുകളും അതിന് തെളിവാണ്. എന്നാൽ മതം പൂർത്തിയായതിനു ശേഷം അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ, അതിനാണ് ബിദ്അത്ത് എന്ന് പൊതുവെ പണ്ഡിതന്മാർ പ്രയോഗിച്ച് കാണുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ബിദ്അത്തുമായി ബന്ധപ്പെട്ട് മാത്രം ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് പൂർത്തിയായ മതത്തിൽ ആ പൂർത്തിയായതിനു ശേഷം ഒരു പ്രത്യേകമായ പുണ്യകർമ്മം എന്ന നിലയ്ക്ക് എന്തൊന്ന് കൊണ്ടുവരുന്നുവോ, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സ്വലാത്താണെങ്കിലും ദിക്റാണെങ്കിലും ദുആയാണെങ്കിലും ഒക്കെ അതിനെല്ലാം പണ്ഡിതന്മാർ ബിദ്അത്ത് എന്ന ഗണത്തിലാണ് എണ്ണിപ്പോന്നിട്ടുള്ളത്. നമസ്കാരം പിൽക്കാലത്തുണ്ടായപ്പോൾ അതിനെ ബിദ്അത്തായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം റഗായിബ് നിസ്കാരമാണ്, പക്ഷെ പിൽക്കാലത്ത് കയറി വന്നതാണ്. അതുകൊണ്ട് ആ റഗായിബ് നിസ്കാരത്തെ കുറിച്ച് ബിദ്അത്ത് എന്ന പദപ്രയോഗം തന്നെയാണ് ആ നമസ്കാരം ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് അതേക്കുറിച്ച് ഗവേഷണം ചെയ്ത, അതേക്കുറിച്ച് ഗ്രന്ഥം രചിച്ച, അതേക്കുറിച്ച് സംസാരിച്ച പണ്ഡിതന്മാരൊക്കെയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും അല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളിലുമെല്ലാം അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൂർത്തിയായ മതത്തിൽ പൂർത്തിയായതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന പുണ്യകർമ്മങ്ങൾക്കാണ് മൊത്തത്തിൽ പണ്ഡിതന്മാർ ബിദ്അത്ത് എന്ന് പ്രയോഗിച്ച് കാണുന്നത്. അത് നോമ്പിന് പ്രയോഗിച്ചിട്ടുണ്ട്, നമസ്കാരത്തിന് പ്രയോഗിച്ചിട്ടുണ്ട്, അതേപോലെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് പോലും ആ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണമായി ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ളയോട് ഒരു ചോദ്യമുണ്ട് ബാങ്കിന് മുമ്പുള്ള സ്വലാത്തിനെ കുറിച്ച്. ബാങ്കിന് മുമ്പ് ചില പള്ളിയിലൊക്കെ കാണാം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ആരംഭിക്കും. ഇതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ഹദീസ് ഗ്രന്ഥങ്ങളിലോ മുൻഗാമിയായ പണ്ഡിതന്മാരുടെ അധ്യാപനങ്ങളോ ആ സ്വലാത്തിനെ കുറിച്ചുള്ള പരാമർശം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് പ്രത്യേകമായി സുന്നത്താണ് എന്ന നിലയ്ക്ക് നിർവഹിക്കുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, തടയപ്പെടേണ്ടതാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ തന്റെ ഫതാവൽ കുബറയിൽ മറുപടിയിൽ നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കി പറയുന്നു. സഹോദരന്റെ ശേഷമുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ഏത് പണ്ഡിതനാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇന്നതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രമാണം വെച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് ഒന്ന് പറയണമെന്ന് ആവശ്യപ്പെടുന്നു. ചോദ്യം മനസ്സിലായി, ഉത്തരമാണ് മനസ്സിലാവാത്തത്. ചോദ്യം മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞത്. യഥാർത്ഥത്തില് അത് തന്നെയാണ് ശരി. എന്റെ വക ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലോകത്ത് പുതിയ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം എന്തിനാ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലോകത്ത് പുതിയ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ആ നമസ്കാരം ഉണ്ടായപ്പോൾ പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറഞ്ഞത് അത് ബിദ്അത്ത് എന്നാണ് പറഞ്ഞത്. ഉദാഹരണം ഇമാം അബൂ ഷാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഹവാദിസ് വൽ ബിദ്അ എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി റഗായിബ് നിസ്കാരത്തെ എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഇത് ബിദ്അത്താണ്, ഖബീഹത്താണ്, ളലാലത്താണ് എന്ന് വിശദീകരിച്ച് കാണുന്നു. അതേപോലെ കിതാബുൽ ഇഅ്തിസാം ഇമാം ഷാത്തിബിയുടെ കിതാബുൽ ഇഅ്തിസാമിൽ ബിദ്അത്ത് എന്തെന്ന് നിർവചിക്കുകയും ശേഷം ലോകത്ത് കടന്നു വന്ന ധാരാളം ബിദ്അത്തുകളെ അദ്ദേഹം എണ്ണി പറയുകയും ചെയ്യുന്നു. അതിൽ ഈ റഗായിബ് നിസ്കാരം കാണാൻ കഴിയും. അതേപോലെ പുതിയതായി ലോകത്ത് കടന്നു വന്ന ധാരാളം അനാചാരങ്ങളെ അദ്ദേഹം വിശദീകരിച്ചിട്ട് ഇതെല്ലാം ബിദ്അത്തുകളാണ് എന്ന് പറയുന്നു. ഇനി അതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ എന്നതൊക്കെയാണ് ഒരു മുഴം മുമ്പേ എറിയ എന്ന തത്വപ്രകാരം ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ കുബ്ര ഞാൻ ഉദ്ധരിച്ചത്. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണല്ലോ. അദ്ദേഹത്തിന്റെ
ഫതാവൽ ഫിഖ്ഹിയ അൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ 1-ാം വാള്യത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് ആ നിലക്ക് ചോദ്യങ്ങൾ പരാമർശിക്കുന്നിടത്താണ് ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാരും പിൽക്കാലക്കാരായ പണ്ഡിതന്മാരും മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന പുണ്യകർമ്മങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത്. അത് അടിസ്ഥാനം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ പിന്നെ ആവശ്യമില്ല എന്നുള്ള ന്യായങ്ങൾ അവർക്കാർക്കും പരിചയമില്ല. അവിടേക്കാണല്ലോ സഹോദരൻ കൊണ്ടുപോണത്. അടിസ്ഥാനം ഉണ്ടായാൽ അസലുണ്ടായാൽ മതി, പിന്നെ ഏതുണ്ടാക്കാന്ന അങ്ങനെ ആധികാരികമായ പണ്ഡിതന്മാർ ആരും തന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥമെഴുതിയ അതേക്കുറിച്ച് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർ ഈ നിലക്കാണ് വിശദീകരിച്ചത് എന്ന് ആവർത്തിക്കുന്നു. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ് ബിദ്അത്ത്? പ്രമാണബദ്ധമായി പറയണം. ഇന്ന പണ്ഡിതൻ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്നതാണ്. അത് ബിദ്അത്താണോ, ഇത് ബിദ്അത്താണോ, മറ്റൊരു ബിദ്അത്താണോ എന്നല്ല എന്റെ ചോദ്യം. എന്താണ് ബിദ്അത്ത്? അതൊക്കെ കിതാബ് വെച്ചുകൊണ്ട് പറ. ഇന്ന പണ്ഡിതൻ പറഞ്ഞു ഇന്നതാണ്. ഇമാം ശാത്തിബി കിതാബുൽ ഇഅ്തിസാം ഇതൊന്നും കിതാബല്ലേ, പണ്ഡിതന്മാരല്ലേ? വരി വായിക്കൂ. വായിച്ചത് വരിയല്ലേ പറഞ്ഞത്? അബൂശാമയുടെ ഹവാദിസുൽ ബിദ്അയിൽ സ്വലാത്തുർ റഗായിബി എന്ന അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് ബിദ്അത്താണ്, ഖബീഹത്താണ്. ഇല്ലാതെ പറ്റും നിങ്ങൾക്ക്? അതന്നെ വിധേയത്ത് നബിദിനാഘോഷം അടക്കമുള്ള ഈ കാര്യങ്ങൾ ആ ദുർന്യായങ്ങൾ വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞൊല്ലും ഇവിടെ മുഖാമ നടത്തിയപ്പോൾ ചോദിച്ചാളാ, എനിക്കറിയാം. അതുകൊണ്ട് ആ പണി നിർത്തിക്കാളി. അതൊക്കെ കുറെ കണ്ടതല്ലേ, ഏകദേശം 100-250 ആയി മുഖാമ നിങ്ങളെപ്പോലത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിർത്തിക്കാളി. യഥാർത്ഥത്തിൽ മതത്തിന് പൂർത്തിയായതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ലോകത്തുള്ള ഏത് പണ്ഡിതന്മാരും ബിദ്അത്തായി പരിചയപ്പെടുത്തിയത്. അതിന് ചില ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇമാം നവവിയുടെ ഉസ്താദായ ഇമാം അബൂശാമ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഇമാം കിതാബുൽ ഇഅ്തിസാമിൽ ഇമാം ശാത്തിബി വിശദീകരിച്ചിട്ടില്ലേ? ഓലൊക്കെ എന്താ ബിദ്അത്ത് എന്ന് മനസ്സിലാക്കിയത്? നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊക്കെ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ് അതൊക്കെ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് അവസാനം ബിദ്അത്ത് എന്നൊന്നും ഇല്ലാതായി പോകും. അതാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിയാക്കന്മാരെ കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായത്. എല്ലാം നല്ല ബിദ്അത്ത്. ദിക്റാണോ അത് നല്ല ബിദ്അത്ത്, നിസ്കാരം നല്ല ബിദ്അത്ത്, എല്ലാം നല്ല ബിദ്അത്ത്. പിന്നെ ചീത്ത ബിദ്അത്ത് എന്ന ഒന്നുണ്ടോ? അത് പിന്നെ കിട്ടൂല. ചീത്ത ബിദ്അത്ത് എന്ന ഒന്ന് പിന്നെ തെരഞ്ഞാൽ കിട്ടൂല. കാരണം അതിപ്പോ നിസ്കാരല്ലേ, ഇത് നോമ്പല്ലേ, മറ്റേ ദിക്റല്ലേ, അത് ദുആഅല്ലേ, ഇത് സ്വലാത്തല്ലേ, അതൊക്കെ നല്ല ബിദ്അത്താണ് എന്ന് പോയി ന്യായം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കള്ളുടിക്കലും അതേപോലെ വ്യഭിചരിക്കലും മോഷ്ടിക്കാൻ പോകലും ഒന്നല്ല ബിദ്അത്ത്. നേരെ മറിച്ച് പുണ്യകർമ്മമായി കൊണ്ടുവരപ്പെടുന്ന ഏതൊക്കെയുണ്ടോ അതിനെയാണ് സ്വഹാബിമാർ മുതൽ ഇങ്ങോട്ടുള്ള മുസ്ലിം ലോകത്ത് അഹ്ലുസുന്നക്ക് നേതൃത്വം നൽകിയ ആളുകളെല്ലാം കണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സുഹൈബ് പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. പള്ളിയിൽ ഒരുമിച്ചുകൂടി സബ്ബിഹു മിആ ഹല്ലിലു മിആ കബ്ബിറു മിആ എന്ന് പറയുന്ന സംഭവം കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് 100, അൽഹംദുലില്ലാഹ് 100, അല്ലാഹു അക്ബർ 100 എന്നിങ്ങനെ ഒരാൾ വിളിച്ചു പറയുന്നു. എല്ലാവരും കൂടെ 100 പ്രാവശ്യം ചൊല്ലുന്നു. ഇത് കണ്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അതിനെ വിമർശിക്കുകയും ശക്തമായ ഭാഷയിൽ അവരോട് പ്രതികരിക്കുകയും ചെയ്തു. നിങ്ങൾ പ്രവാചകനേക്കാളും വലിയ ഒരു സുന്നത്തിലേക്ക് അതിനേക്കാളും വലിയ ചര്യയാണോ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ സ്വഹാബിമാരെക്കാളും നിലനിൽക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൊള്ളുക എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ദാരിമി തന്റെ സുനനുൽ ദാരിമിയിൽ 1-ാം വാല്യം 109-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ശേഷം താബികളും തബഉ താബികളും മദ്ഹബിലെ ഇമാമിയങ്ങളും അതിനുശേഷം ഈ ദീനിയായ വിജ്ഞാനം കൈമാറി വന്ന അത് കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ അവരൊക്കെ ബിദ്അത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതൊന്നും മോഷ്ടിക്കാൻ പോകലും വിചരിക്കുന്നതല്ല ഒരു ബിദ്അത്തായി പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത്, ഇതിന്റെ വിധി എന്ത് എന്ന ചോദ്യത്തിനാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇത് ബിദ്അത്താകുന്നു. എങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന നിലക്കാണെങ്കിൽ ഇത് ബിദ്അത്താകുന്നു. അപ്പൊ എന്താ ബിദ്അത്ത്? ഒരു സ്ഥലത്ത് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രത്യേകമായ സുന്നത്താണ് എന്ന ധാരണയിൽ ചെയ്യുന്നുവെങ്കിൽ അതാണ് ബിദ്അത്ത്. ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്ര 1-ാം വാല്യം ബാങ്കുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അദ്ദേഹം അതാ പറഞ്ഞത്. ഹദീസിൽ ഞാനിത് പരാമർശിക്കപ്പെട്ട് കണ്ടിട്ടില്ല. അതേപോലെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇതേക്കുറിച്ച് പരാമർശം കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് അത് പുണ്യമാണ്, സുന്നത്താണ് എന്ന നിലയ്ക്ക് ഒരാൾ ചെയ്യുന്നുവെങ്കിൽ തടയപ്പെടേണ്ടതാണ്, അത് ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലിയാൽ സുന്നത്ത്,
ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലിയാൽ ബിദ്അത്ത്. ഒറ്റ സ്വലാത്ത് തന്നെ, ഒറ്റ സ്വലാത്ത്. ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നു എങ്കിൽ സുന്നത്താണ്, കൂലി കിട്ടും. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നു, അത് ബിദ്അത്താണ്, കുറ്റം കിട്ടും. എന്താ വ്യത്യാസം? രണ്ടും ഒരേ സ്വലാത്താണ്, ഒരേ സ്വലാത്ത, രണ്ടും ചൊല്ലിയത് ഒരേ മനുഷ്യനാ. എന്തുകൊണ്ട് ഒന്ന് ബിദ്അത്തായി ഒന്ന് സുന്നത്തായി? അതാണ് ഇബ്നു ഹൈതമിയുടെ മറുപടി. ഹദീസിൽ പരാമർശമില്ല, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശമില്ല, അതുകൊണ്ട് അവിടെ സുന്നത്താണ് നിലക്കാണോ തടയപ്പെടേണ്ടതാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെയാണ് ബിദ്അത്തിനെ മനസ്സിലാക്കിയത് എന്ന് ആവർത്തിക്കുന്നു. ഫൈസൽ മുസ്ലിയാർ വളരെ ശക്തമായി തന്ത്രപൂർവ്വം ചോദ്യം അടുത്തത് എന്താ വരിക എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പോലും പറഞ്ഞ ഇബാറത്ത് വായിക്കാതെ അത് ബിദ്അത്താണെന്ന് പണ്ഡിതൻ പറഞ്ഞു, ഇത് ബിദ്അത്താണെന്ന് പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഒഴിവാകുന്നത് എന്ന്. എന്തിനാണ് ഈ ചോദ്യം ഇത് ചോദിച്ചത് എന്ന് പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഷാഫി ഇമാം എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും എടുത്തു വെച്ച് ഇതാണ് ബിദ്അത്ത് എന്ന് അടിസ്ഥാനപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് ഒരു കിതാബ് വെച്ചുകൊണ്ട് വായിക്കാൻ ഫൈസൽ മുസ്ലിയാർ ഞാൻ വെല്ലുവിളിക്കുന്നു. ശരി, ഇപ്പൊ പറഞ്ഞു വായിക്കി. ഇമാം ഷാഫി പറഞ്ഞു വായിക്കി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നീ പ്രമാണങ്ങൾക്ക് എതിരാകലാണ് ബിദ്അത്ത്. എന്നാൽ കിയാസാണ് ജന്മദിനാഘോഷം കൊണ്ടാടൽ കിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഒരു ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഇരിക്കെ പോലെ അങ്ങനെ പോലെ ഇത് ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടുവെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടില്ല. ഇബ്നു ഹജർ അസ്ഖലാനി ഏത് കിതാബിൽ എവിടെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞോളി. ഇത് ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് എവിടെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞോളി. കള പറഞ്ഞു. ഇമാം അസ്ഖലാനി നബിദിനാഘോഷം ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് എവിടെ പറഞ്ഞു? നിങ്ങൾ പറയും. അസ്ഖലാനി പറഞ്ഞു. നിങ്ങളിപ്പ പറഞ്ഞു അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട് നബിദിനാഘോഷം ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അസ്ഖലാനിയുടെ ഏത് കിതാബിൽ എവിടെ പറഞ്ഞു? പറയും. ബഹുമാനപ്പെട്ട പിന്നെ സുയൂത്തി ഇമാം, സുയൂത്തി അല്ല അസ്ഖലാനി. അല്ല, അസ്ഖലാനി പറഞ്ഞത് സുയൂത്തി ഇമാം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് അത്തീക്ക അറുക്കുന്ന പ്രവാചക ലബ്ധിക്ക് ശേഷം അല്ലല്ല അത് ഖിയാസാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞെന്താ? നബിദിനാഘോഷം ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഇമാം അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. ഇമാം അസ്ഖലാനി പറഞ്ഞിട്ടില്ല, ഇമാം അസ്ഖലാനി പറഞ്ഞു എന്ന് ഇമാം സുയൂത്തിയും പറഞ്ഞിട്ടില്ല. നിങ്ങളാ പറഞ്ഞ രൂപത്തിൽ ഇമാം അസ്ഖലാനി ഇത് ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞു എന്ന് ഇമാം സുയൂത്തിയും പറഞ്ഞിട്ടില്ല, ഇമാം അസ്ഖലാനിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി തന്നെ കുറിപ്പും കൊണ്ടുപോയാൽ അതിനൊക്കെ അവസ്ഥ. അവരാരും പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് ഇത് ബിദ്അത്താണ് എന്ന് തന്നെയാണ്. പിന്നെ നല്ല ബിദ്അത്താണോ അല്ല എന്ന് സുയൂത്തി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. അല്ലാതെ ഇമാം അസ്ഖലാനി ഇത് ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതൊരിക്കലും തെളിയിക്കാനും കഴിയില്ല. അതൊക്കെ അത് നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോയി എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇത് തന്ത്രമാണെങ്കിൽ നിങ്ങളുടെ കുതന്ത്രം എനിക്കാദ്യം അറിയാം. ആ കുതന്ത്രം മുന്നിൽ കാണുമ്പോൾ ചിലപ്പോൾ തന്ത്രം ആവശ്യമായിട്ട് വരും. ഏതായിരുന്നാലും അൽഹംദുലില്ലാ. അപ്പൊ ഇത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ പ്രവാചക അധ്യാപകൻ, അതാണ് പൂർത്തിയായ മതത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞത്. പൂർത്തിയായ മതത്തിൽ എന്ന് പ്രത്യേകം പറഞ്ഞത്, മതം പൂർത്തിയായിട്ടുണ്ട്. ആ പൂർത്തിയായ മതത്തിൽ പൂർത്തിയായതിനു ശേഷം പിന്നെ കൂട്ടിച്ചേർക്കപ്പെടുന്നത്, പൂർത്തിയായതിനു ശേഷം കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇനി മനസ്സിലാക്കുക, ഇജ്മാ ഖിയാസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ പ്രവാചകന്റെ കാലം കഴിഞ്ഞിട്ട് പുതിയ മതം ഉണ്ടാക്കതല്ല. പ്രവാചക കാലശേഷം പിന്നീട് വന്ന ആളുകൾ കൂടി ഒരു പുതിയ മതമുണ്ടാക്കുന്നതിന്റെ പേരല്ല ഇജ്മാഉം ഖിയാസും. ഇജ്മാഉം ഖിയാസും യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അടിസ്ഥാന പ്രമാണം ഖുർആനും സുന്നത്തും, അനുബന്ധ പ്രമാണമാണ് ഇജ്മാഉം ഖിയാസും. എന്തുകൊണ്ട്? ഖുർആനും സുന്നത്തുമാണ് അസ്ല്. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ വ്യക്തമായി വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ അധ്യാപനം വന്നിട്ടില്ലാത്ത വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഏകോപിച്ചുകൂടി വന്ന ആയത്തുകളും വന്ന ഹദീസുകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതാ ഈ വിഷയത്തിൽ തീരുമാനം ആ വക ആയത്തും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു എന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറയുന്നതിനാണ് ഇജ്മാ എന്ന് പറയാം. ഒരു കാലഘട്ടത്തിലെ
എല്ലാ ആലിമീങ്ങളും ആ വിഷയത്തിൽ ഒത്തൊരുമിച്ച് അതിൽ ദീനിന്റെ തീരുമാനം ഇന്നതാണ് എന്ന് അവർ പറഞ്ഞു. എങ്ങനെ പറയുന്നു? അവിടെയും ഇജ്മായിൽ അവരെ വാക്കല്ല തെളിവ്, ഇജ്മായിൽ അവരുടെ വാക്കിനല്ല പ്രമാണം, നേരെ മറിച്ച് ആ ഇജ്മാഇന് അവർ അവലംബിച്ച പ്രമാണം എന്ത്, അതാണ് പ്രധാനം. ആ പ്രമാണത്തെ അവലംബിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഏകോപിച്ച് പറയും. ഖിയാസും അങ്ങനെ തന്നെയാണ്. 4 റുക്കിനാണ് ഖിയാസിനുള്ളത്: മഖീസ് അലൈഹി, ഇല്ലത്ത്, ഹുക്മ്. ഈ 4 റുക്കിനെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഖിയാസാക്കുന്നു. ആ ഖിയാസിനെയും അസ്ല് ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തിനും വ്യക്തമായി പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിനോട് വ്യക്തമായി പരാമർശിക്കപ്പെടാത്ത ഒന്നിനെ അതേ ഇല്ലത്ത് വെച്ച് അതേ ഹുക്മ് ബാധകമാക്കുന്നു. അതിനാ ഖിയാസ് എന്നറിയാം. അല്ലാതെ ഖിയാസ് എന്നിട്ട് നമ്മളിങ്ങനെ ഖിയാസാക്കിയാൽ പറ്റൂല. അങ്ങനെയാണ് എല്ലാം ഖിയാസാക്കി. ഒരുത്തന് പിന്നെ സുബഹി 3 നിസ്കരിക്കുക, അത് ഖിയാസാണ്. എന്താ ഖിയാസ്? മഗ്രിബ് 3 ഉണ്ട്, അതിമ ഖിയാസാക്കി, അപ്പൊ സുബഹി 3 ആയി. ഖിയാസാക്കി കൂടെ? അങ്ങനെ ഒരുത്തർ ഖിയാസാക്കി എന്തെല്ലാം നടക്കുമ്പോഴേ ഒരാൾ അങ്ങനെ ഖിയാസാക്ക. എല്ലാ ചൊവ്വാഴ്ച നോമ്പ് സുന്നത്തായിരുന്നു, എന്താ സംഗതി? അത് ഖിയാസാണ്. എന്ത് ഖിയാസ്? തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ലേ, അതിമ ഖിയാസാക്കിയപ്പോ ചൊവ്വാഴ്ച നോമ്പ് സുന്നത്തായി. അങ്ങനെ ഓരോരുത്തർ ഖിയാസാക്കിയാൽ ദീനിന് വല്ല തലയുണ്ടോ? അപ്പൊ ഇമാം അസ്ഖലാനി അങ്ങനെ ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ നബിദിനാഘോഷം എന്ന് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പെരിക്കളവാണ്. ഏതായിരുന്നാലും ശരി, ബിദ്അത്ത് എന്നുള്ളത് മതത്തിൽ അത് പൂർത്തിയായതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു വരുന്ന പുണ്യകർമ്മങ്ങളായി കൊണ്ടുവരുന്ന കർമ്മങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. അതൊരു പക്ഷെ നമസ്കാരമായിരിക്കാം, അതൊരു പക്ഷെ നോമ്പായിരിക്കാം, അതൊരു പക്ഷേ ദിക്റായിരിക്കാം, അതൊരു പക്ഷേ ദുആ ആയിരിക്കാം, അതൊരു പക്ഷേ സ്വലാത്തായിരിക്കാം. അതൊക്കെയാണ് ബിദ്അത്തായിട്ട് വരിക. അല്ലാതെ കള്ളുടിക്കുന്ന ബിദ്അത്താവില്ല, അത് ഹറാമേ ആവുള്ളൂ. അത് ഹറാമേ ആവുള്ളൂ. ബിദ്അത്ത് എന്ന പുണ്യകർമ്മമാണ്, കൂലി കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നു. പക്ഷേ അതിന് പൂർത്തിയായ മതത്തിൽ അടിസ്ഥാനം ഉണ്ടാവുകയുമില്ല. ഇനി ഇതിന് ഖിയാസാക്കാൻ പറ്റുമോ? അങ്ങനെ ആരാ ഖിയാസാക്കിയത്? ഇല്ല, ഖിയാസാക്കിയിട്ടില്ല. ഖിയാസാണ് എന്ന് പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ഇജ്മാഉം ഇല്ല. ഖുർആനും സുന്നത്തും ഏതായിരുന്നാലും ഇല്ല. ഖുർആനും സുന്നത്തും ഏതായിരുന്നാലും ഇല്ല. ഇജ്മാഉ അത്രയും ഇല്ല. ഖിയാസാക്കിയിട്ടും പണ്ഡിതന്മാർ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ വന്ന മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഖിയാസാക്കി. അതിപ്പോ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അതെല്ലാം ഖിയാസ്, റസൂലുള്ളാഹിന്റെ മുടിമ ഖിയാസാക്കിയിട്ട് ശൈഖുനാന്റെ മുടി കൊണ്ടുവന്ന പോലെ തന്നെ അതെല്ലാം ഖിയാസാക്കിയ നിവൃത്തില്ല. അതുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്ത് തന്നെയാണ്. അത് ബിദ്അത്ത് വലാലത്തുമാണ്. ബിദ്അത്തുൻ ഹസന എന്ന് പിൽക്കാലക്കാർ ചിലർ പറഞ്ഞു എന്നല്ലാതെ യഥാർത്ഥത്തിൽ പ്രവാചകരുടെയോ സ്വഹാബത്തിന്റെയോ താബികളുടെയോ തബിഉ താബികളുടെയോ ഒന്നും അധ്യാപനത്തിന് പിൻബലം അതിലില്ല. അല്ലാഹു തആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചോദ്യകർത്താവിനും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.